ഹലോ, മഴ ദാ 2 ദിവസമായിട്ട് നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും വെള്ളമൊക്കെ പൊന്തിയെന്ന് ന്യൂസിൽ ഇങ്ങനെ കണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയൊക്കെ പെയ്യണ സമയത്ത് ഈ ചൂട് ചായയും കുടിച്ചിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോഴാണ് ഇതാ ഒരാൾ വീട്ടിലേക്ക് വന്നത്. ഇത് ഷിബു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അപ്പോൾ അവന് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്തൊക്കെ സംസാരിച്ചെന്ന് കുറച്ച് അവൻ്റെ തള്ളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന്. ടേബിൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയമായി. അപ്പം ഇന്ന് കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച്. ഇത് മൊത്തത്തിലിങ്ങനെ വാരി വലിച്ചിട്ട പോലെ നിൽക്കുമ്പോൾ എനിക്കെന്തോ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ കുറച്ചൊരു താല്പര്യം തോന്നൂല. ഞാനത്ര ബുക്ക് ലവറൊന്നുമല്ല കേട്ടോ. പക്ഷേ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ചില ബുക്കുകൾ വായിക്കാൻ താല്പര്യം ഉണ്ടാവുക, അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമല്ലോ. അങ്ങനെ വാങ്ങിച്ചിട്ട് ഉള്ള കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇരുന്ന് വായിച്ച് നോക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി മൊത്തത്തിൽ ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം ചെറുതായിട്ട് പൂപ്പൊക്കെ വരുന്നുണ്ട് അതിന് സൈഡിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സൈഡ് മൊത്തം ഒന്ന് എടുത്തു മാറ്റി ആദ്യം. പിന്നെ റിംഗ് ലൈറ്റ് എടുത്തു മാറ്റി. നമ്മുടെ റിംഗ് ലൈറ്റ് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ്. അതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഒപ്പിച്ചിങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഊരി മാറ്റി. പിന്നെ ജനലിൽ മൊത്തം മാറാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി തട്ടി മാറ്റി. പിന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്ത്. ഈ ടേബിളിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ടൈലാട്ടോ. അപ്പോൾ ഇവിടെ വീട് പണി ഉണ്ടായ സമയത്ത് അതിൽ ബാലൻസ് വന്നിട്ടുള്ള ടൈലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 ടേബിൾ ഒരുമിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ 2 ടൈല് നിരത്തി വെച്ചിരിക്കുക. അതാകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ സുഖമാണ്. കാരണം എപ്പോഴും ടേബിളിൽ വെച്ചിട്ടാണ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുക. അപ്പം ടേബിളിൽ എപ്പോഴും പെയിൻറ്റും കളറും അങ്ങനെ ഓരോന്ന് വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ടൈല് ഇട്ടത്. ഈ ടേബിൾ ലാമ്പ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഒരു പഴയ ട്രൈപോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സ്വിച്ചൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് റൂമിൽ വെളിച്ചം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടേബിൾ ലാമ്പാണ്. കുറച്ച് മണി പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഓൾറെഡി വെച്ചിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോവുക. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒന്ന് മാറ്റി പുതിയ മണി പ്ലാന്റ് വെച്ച് കൊടുത്തു. ഇത് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമതൊന്ന് ചേഞ്ച് വരുത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ആ ടേബിൾ ലാമ്പ് ഞാൻ ആ സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് മാറ്റി വേറൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തു കേട്ടോ. അടുത്ത ദിവസം നല്ല വെയിലായിരുന്നു. അപ്പം കിണർ കുറച്ചായി ഒരു വർഷത്തോളമായി നന്നാക്കിയിട്ട്. അപ്പം അതിൽ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഇലയൊക്കെ വീണ് ആകെ വെള്ളമൊക്കെ കേടായിട്ടുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് കിണർ ക്ലീൻ ചെയ്യുന്നത്. അച്ഛനാണ് കിണറിലേക്ക് ഇറങ്ങിയത്. ഞാൻ കിണറിൻ്റെ കുറച്ചുകൂടി മുകളിൽ 3 തട്ടായിട്ടാണ് കിണർ. അച്ഛന് താഴെ കിണറിൻ്റെ ഉള്ളിൽ, ഞാൻ കിണറിൻ്റെ മുകളിലൊരു തട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴേക്ക് പോകാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ മുകളിലാണ് അനിയനും അനിയത്തിയും ഉള്ളത്. അവർ അവിടെ നിന്ന് കയറുകൊണ്ട് വലിക്കും. ഞാൻ ഈ ബക്കറ്റിലുള്ള ഈ ചളിയും അതുപോലെ വെള്ളമൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കോരി മാറ്റും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെയാണ് കിണർ ക്ലീൻ ചെയ്തത്. കിണറിൽ വെള്ളം ഉണ്ടായിരുന്നു. കിണറിലുള്ള വെള്ളം ഞങ്ങൾ കുറച്ച് അടിച്ചൊഴിവാക്കി. എന്നിട്ട് കിണറിലേക്ക് ഇറങ്ങിയിട്ട് നന്നാക്കിയത്. ഞാൻ വീഡിയോ എടുക്കണതോ കണ്ടില്ലേന്നു. കണ്ടപ്പോഴാണ് ഓടാൻ നോക്കിയത്. അപ്പോൾ കയറ് കയ്യിലുള്ളത് കൊണ്ട് അവിടെ തന്നെ നിന്ന്. ഒരു 4:30 ആയ സമയത്ത് ഞാനും അനിയത്തിയും കൂടെ പാടത്തേക്ക് ഇറങ്ങി. അപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു തോട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങൾ തോട്ടിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം തോട്ടിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. തോടിൻ്റെ 2 സൈഡും ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അതിൻ്റെ കരയിൽ നിന്ന് കാലിട്ട് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്ത്.
ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം.